അതായത് നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് ഇത് കണ്ടോ എന്റെ പൊന്നു രേഷിയേട്ടാ, ഈ മലയുടെ മുകളിലോട്ട് എങ്ങോട്ടാ എന്നെ കൊണ്ട് പോണേ? ഇത് മലയാണോ? ഇത് വലിയ കയറ്റമൊന്നുമില്ല. ഇത് എവിടോട്ടാ ഈ പോണത്? പറയുന്നില്ലല്ലോ ഇത്. നമ്മളിവിടെ ഒരു വീട്ടിലെ ഒരു അടിപൊളി സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്ക്. എന്ത് സാധനം? ഏത് ഈ വീട്ടിലാ? ഈ വീട്ടില്. എന്റെ രേഷിയേട്ടാ ഇത് കൊള്ളാലോ രേഷിയേട്ടാ. ഇത് ഇവിടെ ഉണ്ട്. വീടൊക്കെ ഉണ്ടെന്നാ? ഒരു രക്ഷയില്ലല്ലോ. ഇത് പുറമേ കാണുന്ന പോലല്ല, അകത്ത് വേറെ ലെവലാ. അപ്പൊ രേഷിയേട്ടാ ഇതാണ് നമ്മുടെ മുറി അല്ലേ? നമ്മുടെ ഒരു മാന്ത്രിക ലോകം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം. വാ എന്റെ മോനെ, ആ വിന്റേജ് ടച്ച് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല രേഷിയേട്ടാ. സൂപ്പറായിട്ട് പ്രീമിയം, അങ്ങനെ പറയാൻ പറ്റും, പ്രീമിയം ലുക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ രേഷിയേട്ടാ ആദ്യം നമ്മുടെ തിയേറ്ററിൽ ഈ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ലൈറ്റിങ്, ഈ ഒരു പ്രൊഫൈൽ ലൈറ്റിങ്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ, നമ്മൾ ഈ ആദ്യം തിയേറ്റർ പ്ലാൻ ചെയ്തപ്പം ഏത് കളർ ഇന്റീരിയർ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു കളറിലോട്ട് നമ്മൾ എത്തി. അപ്പോൾ ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു വാം കളറാണ്. ഇതിനിപ്പോൾ ഏത് കളർ കൊടുത്താലും ഇറക്കത്തില്ല. ഇപ്പം നമ്മുടെ മാമലീര കണ്ട ഐസ് ബ്ലൂ കൊടുത്താൽ ഇവിടെ ഇറക്കത്തില്ല. അപ്പോൾ ഇതിന് മാച്ചാകുന്ന ഒറ്റ കളർ എന്ന് പറഞ്ഞാൽ ഒന്നീ വൈറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ വാം കളർ കൊടുക്കാം. അങ്ങനെ നമ്മൾ വാം കളർ പ്രൊഫൈൽ കൊടുത്തു. നമ്മുടെ ഈ ഒരു അക്കോസ്റ്റിക് വർക്ക്, അതായത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എന്തിനാണ് ഈ അക്കോസ്റ്റിക് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അത് രണ്ട് പർപ്പസാണ് മെയിനായിട്ട്. നമ്മുടെ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് എക്കോ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അതായത് സൗണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അത് പ്രധാനമായിട്ടും എക്കോ ആണ്. ഈ റൂമിൽ ഒരു തരി എക്കോ ഇല്ല, സംസാരം ക്ലിയർ അല്ലേ? ഭയങ്കര നമ്മൾ മൂവി കാണുമ്പോഴും ആ ഒരു നമുക്ക് ഫീലിംഗ് കിട്ടും. അതായത് നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് ഇത് കണ്ടോ, പ്രസിംഗ് ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടോ? ഫോം ഉണ്ടോ? ഫോം ഉണ്ട്, 2 ലെയർ ഫോം ഉണ്ട്. ഫോം ചെയ്തിട്ടാണ്, അതായത് ഒരു സ്ക്രൂ വെച്ചിരിക്കുന്ന പോലെ നമുക്ക് കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഈ ക്ലോത്ത് എങ്ങനെ അപ്ലൈ ചെയ്തേക്കുന്നത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ പണിക്കാരുടെ കഴിവാണ്. അപ്പോൾ ഒരു തിയേറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്, റിക്ലൈനർ അല്ലെ? റിക്ലൈനർ സീറ്റ്. അപ്പൊ റിക്ലൈനർ എന്ന് പറഞ്ഞത് ഇത് കണ്ടോ, അതെ ഒരു ബട്ടൺ വലിച്ചിടുന്ന തന്നെ സാധനം ഇങ്ങനെ മാനുവലാണ്. മാനുവൽ. അപ്പം നമുക്ക് എത്ര രൂപ റിക്ലൈനർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? അല്ല, മാനുവൽ സീറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 15 രൂപയൊക്കെ അത്യാവശ്യം നല്ല സീറ്റുകൾ കിട്ടും. പക്ഷേ റേറ്റ് കൂടുന്തോറും കംഫർട്ടും ക്വാളിറ്റിയും കൂടും. ഇതിപ്പോ അത്യാവശ്യം പ്രീമിയം അല്ലേ? നല്ല പ്രീമിയം. ഇതല്ലാതെ നമുക്ക് ഈ ഒരു മെറ്റീരിയലൊക്കെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല പ്രീമിയം സീറ്റ്. അതേപോലെ കപ്പിൾ സീറ്റാണ്, രണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. അതും അങ്ങനെ തന്നെ. രേഷിയേട്ടാ, അപ്പൊ നമ്മുടെ തിയേറ്ററിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം, പ്രധാന ഇതില്ലാ തിയേറ്റർ ഇല്ല. അപ്പം നമ്മുടെ സ്ക്രീൻ, അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള സ്ക്രീനാണ്. അത് കസ്റ്റം ബിൽഡ് ആണോ? ഇല്ല, ഇതിങ്ങനെ വരുന്നതാണ്. ഓക്കെ, ബ്രാൻഡ് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ക്രീൻ എത്ര ഇഞ്ചാണ്? 133 ഇഞ്ചാണ്. 133 ഇഞ്ച്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ നമ്മൾ തിരഞ്ഞെടുക്കുക നേരം നമ്മുടെ റൂമിന്റെ അളവനുസരിച്ചാണ്. റൂമിന്റെ വീതി നീളം നോക്കും. വീതി നീളം നോക്കിയിട്ടാണ് നമ്മൾ സ്ക്രീൻ എടുക്കുന്നത്. അത് പിന്നെ പ്രൊജക്ടറിന്റെ ഇതുമായിട്ട് കോമ്പാക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു പ്രൊജക്ടർ ചില ഓരോ ബ്രാൻഡ് പൊസിഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ റൂം നോക്കുമ്പോൾ ഇവിടെ ഒരു 110 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് പോകും. ഈ ലെഫ്റ്റിനുള്ള സ്പേസ് കൂടും. അപ്പോൾ നമ്മൾ വലിയൊരു ഹാളിൽ കൊണ്ട് ഒരു ചെറിയ സ്ക്രീൻ വെച്ചോട് തോന്നി. അപ്പോൾ ഏതാണ് കംഫർട്ട് ആണ് നമ്മൾ വെക്കുന്നത്. രേഷിയേട്ടാ, അപ്പോൾ നമ്മുടെ ഈ ഒരു റൂമിൽ നമ്മൾ സൗണ്ട് സിസ്റ്റം, അതായത് നമ്മുടെ ഹോം തിയേറ്ററിൽ സൗണ്ട് സിസ്റ്റം പ്രധാനപ്പെട്ട സാധനമാണ്. നമ്മള് എത്ര ചാനൽ നമ്മൾ ഡെനോണിന്റെ 7.1 AVR അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡോൾബി അറ്റ്മോസ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന്റെ ചാനൽ വരുന്നത് 5.1.2 എന്ന രീതിയിലാണ്. 5.1.2, അതായത് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ 3 സ്പീക്കർ വരും. നമ്മൾ ഇരിക്കുന്നതിന്റെ ലെഫ്റ്റും റൈറ്റും, ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് സറൗണ്ട്. അപ്പം 5 പിന്നെ ഒരു സബ്, അപ്പോൾ 5.1 ആയി. അറ്റ്മോസ് 2. ഓക്കെ, അറ്റ്മോസ് ആണ് ഈ 2 വന്നത്. ഓക്കെ, അപ്പൊ 5.1.2 നമ്മുടെ ഈ ഒരു ഹോം തിയേറ്ററിന്റെ പ്രധാന ഹൃദയം അല്ലെ? അതായത് നമ്മുടെ AVR ആണ് നമ്മളിപ്പോ കാണാൻ പോണത്. അപ്പൊ ഡെനോണിന്റെ AVR ആണ്. ഡെനോൺ വിട്ടൊരു കളിയില്ലല്ലേ? അല്ല, അത് കൂടുതൽ നമ്മൾ ഹോം തിയേറ്റർ ചെയ്യുന്ന ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു 2-3 ബ്രാൻഡ്. ഒന്ന് ഡെനോൺ, പിന്നെ മറാൻസ്, പിന്നെ ഒങ്കിയോ, പയനിയർ. ഇതിലേതാ രേഷിയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇത് ഡെനോൺ നല്ലതാണ്, പിന്നെ മറാൻസ് എനിക്ക് ഇഷ്ടമാണ്. മറ്റേ ബ്രാൻഡുകൾ ഡിസ്കൗണ്ട് തരായിരിക്കും ഇനി. അല്ലല്ല, ഈ കസ്റ്റമറുടെ ഒരു അവർ നോക്കുമ്പോഴും കൂടുതൽ ഒരു യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇതിനെ കുറിച്ചുള്ളതായിരിക്കും. അവര് കേട്ടിട്ടുള്ള ബ്രാൻഡ്. ചില കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ തന്നെ അവർ പറയും ഞങ്ങൾക്ക് ഡെനോൺ മതി. അർക്കാം എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്. ചിലപ്പോൾ അവര് പറയാൻ എനിക്ക് അറിയത്തില്ല, സർവീസ് കിട്ടും. പക്ഷെ അതായിരിക്കും ഏറ്റവും പക്ക, നല്ലതാണ്. അതൊക്കെ വാറന്റി കൂടും, 5 വർഷം വാറന്റി ഉള്ള സാധനമാണ്. നമ്മള് AVR കണ്ട്. AVR പോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ് പ്രൊജക്ടർ. അപ്പൊ നമ്മൾ മുകളിലായിട്ട് നമ്മുടെ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. ഇത് ഏതിന്റെയാണ്? ഒപ്റ്റോമോഡയാണ്. ഒപ്റ്റോമോ 2080 എന്ന് പറയുന്ന മോഡലാണ്. ഇത് 4K ആണോ? ഇല്ല, 4K അല്ല, ഫുൾ HD ആണ്. അപ്പം ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളാ അത് നമുക്ക് അവസാനം കാണാം. അപ്പൊ ഫുൾ HD പക്കയാണ്, നല്ല ക്വാളിറ്റിയാണ്. രേഷിയേട്ടൻ സജസ്റ്റ് ചെയ്യുന്നത് 4K ആണോ ഫുൾ HD ആണോ? അത് കസ്റ്റമർ ബഡ്ജറ്റ് പോലെ ഇരിക്കും പറഞ്ഞാൽ. അപ്പം അത് 4K തന്നെ നമുക്ക് ലേസറിലോട്ട് പോകാം.
നമ്മൾ ആദ്യം കണ്ട അപ്പോൾ ഏത് വേണം നമുക്ക് വെച്ച് കൊടുക്കാം. കസ്റ്റമർ ബഡ്ജറ്റാണ് പ്രധാനമായിട്ട്. പിന്നെ അദ്ദേഹം പ്രവാസി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് ഉപയോഗിക്കണം എന്നില്ല. അപ്പം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അതിലോട്ട് വേണോ എന്ന് രേഷണ തന്നെ പറഞ്ഞു. ഈ ഒരു തിയേറ്റർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. മൊബൈലിന് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരും, ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പം എന്ത് ഫോർക്കൽ പണി പ്രൊജക്ടർ മാത്രം മാറ്റിയാൽ മതി. പ്രൊജക്ടർ മാത്രം ഫോർക്കൽ വിട്ടാൽ മതി. ബാക്കി വയറിംഗ് ഒന്നും HDMI കേബിൾ എല്ലാം തന്നെ നമ്മൾ 4K സപ്പോർട്ട് ചെയ്യുന്ന ഒപ്റ്റിക്കലൊക്കെ ഇട്ടേക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ നമ്മുടെ കസ്റ്റമറിന് അപ്ഗ്രേഡ് ചെയ്യാം, ഒന്നും പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് കാണാൻ പോണത് സ്പീക്കറാണ്. അതെ, ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ കവർ ഊരാൻ പറ്റും. ഒന്ന് ഊരി കാണിച്ചു കൊടുത്തേ. ഇതൊക്കെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പോൾക്കോഡിയോ എന്നൊക്കെ പറഞ്ഞാൽ പക്കാ ബ്രാൻഡാണ് കേട്ടോ. നോക്കിയേ, അടിപൊളി സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പം ഇതെന്തുകൊണ്ടാണ് ഭിത്തിയിനകത്ത് കയറ്റാൻ? അല്ല, എല്ലാ കമ്പനിക്കും സറൗണ്ട് സ്പീക്കർ 2 ടൈപ്പ് വരുന്നത്, ഇൻ വാളും ഓൺ വാളും. അത് കസ്റ്റമർ ചൂസ് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അദ്ദേഹം ചൂസ് ചെയ്ത ഒരു മോഡലാണ്. ഇത് ഓൺ വാളാണ്. ഇത് ഭിത്തിക്കാൻ പറ്റത്തില്ല, കാരണം ഇൻവാൾ സ്പീക്കർ ഇത്ര ഒരു ബോക്സ് ടൈപ്പ് അല്ല. ഇൻവാൾ സ്പീക്കറിന്റെ ബാക്ക് സൈഡ് MD ആയിരിക്കും, ഒരു 4 ഇഞ്ച് തിക്നെസ് എടുത്തു. അതാകുമ്പോൾ നമുക്ക് കയറ്റി വെക്കാൻ പറ്റും. ഇത് പക്ഷേ നമുക്ക് പുറത്ത് വെക്കുന്ന ടൈപ്പാണ്. പക്ഷേ ഇൻവാൾ സ്പീക്കർ കുറച്ചുകൂടെ കാണാൻ ഒരു ഭംഗിയായിരിക്കും. ഇത് പക്ഷേ ഇത് പുറത്തോട്ട് ചാടിയിരിക്കും, പണിയാ ഷോൾഡർ തട്ടും. പക്ഷേ ഇതെല്ലാം കസ്റ്റമറുടെ ഒരു എല്ലാം കസ്റ്റമർ വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മള് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കും, ഇങ്ങനെ ചെയ്യാം, അത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് സറൗണ്ട് സ്പീക്കർ ആണ് കേട്ടോ. ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് ആണ്. ഒരു തിയേറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമുണ്ട്, മറ്റൊരു ഘടകം. എല്ലാം പ്രധാനപ്പെട്ടാണ് കേട്ടോ, AC ആണ്. അപ്പം AC ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ അക്വസ്റ്റിക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് കൂടും. അപ്പൊ നമുക്ക് ചിലർ ചോദിക്കാറുണ്ട്, തിയേറ്റർ ഫാൻ പോരെ, ഫാൻ ഇട്ടൊന്നും കണ്ടിരിക്കും. ഒരിക്കലും, കാരണം ഇതിനകത്ത് എയർ പാസേജ് ഇല്ല അല്ലേ. എയർ പാസിംഗ് എന്ന് വെച്ചാൽ നോർമലി നമ്മൾ ചൂടാകുമ്പോഴേ പ്രൊജക്ടർ ചൂടാകുമ്പോഴത്തെ അത് മാത്രമല്ല ഇത് ഈ ഫോമും ഈ ക്ലോത്തും എല്ലാം ഹീറ്റ് ആവും, ചൂടാകും. അതായത് ഇതൊരു എന്താ പറയാ, ഇൻസുലേറ്റഡ് റൂമാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു AC വെച്ചില്ലെങ്കിൽ കാര്യമില്ല. AC ഇല്ലാതെ നമുക്കൊരു മൂവി ആസ്വദിക്കാൻ പറ്റത്തില്ല. വേറൊരു കാര്യമുണ്ട് ചേട്ടാ, നമ്മുടെ വെക്കുന്ന എക്യുപ്മെന്റ്സിന്റെ ലൈഫ് അതും കൂടാൻ ഈ ഒരു AC പ്രധാനമാണ്. കാരണം ഈ പ്രൊജക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ലൈറ്റ് അതിൻ്റെ അകത്ത് വരുന്ന ചൂടായി അതൊക്കെ നല്ലപോലെ ചൂടാകുന്ന കണ്ടിന്യൂ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നതേ ഉള്ളൂ. തൊട്ട് നോക്കുമ്പോഴത്തെ നല്ല ചൂടാവും. ആംപ്ലിഫയറും അതുപോലെയാണ്, AVR നല്ലപോലെ നമുക്ക് അതിനകത്ത് കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ എന്നാലും ചൂടാവും. പക്ഷേ നമ്മൾ ഈ റൂം ടെമ്പറേച്ചർ അത്യാവശ്യം കുറച്ച് നേരം വർക്ക് ചെയ്യുമ്പോഴത്തേന് നല്ല ചൂടാകും, നല്ല ലൈഫും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമ്മൾ ACയും കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ, അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബ്ലാക്കിലെ സീറ്റുകൾ പൊക്കിയിട്ടുണ്ട്. ഒരു ഇച്ചിരി ഹൈറ്റ് ഒരടി പൊങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഒരേ ലെവലിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരെ തലകറിന് ചിലപ്പോൾ കാണാനില്ല. അപ്പൊ ഇവിടെ ഇരിക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ചേട്ടാ, അപ്പൊ ഈ ഫുൾ HD എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലെന്ന്. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് സ്ക്രീൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി. അതെ, ഡാർക്ക് സീൻ ആണ്. രേഷേട്ടാ, ഒരു രക്ഷയില്ലല്ലോ, അടിപൊളി. അടുത്ത തിയേറ്ററില് എല്ലാത്തിനും നമുക്ക് ഇഷ്ടമാണ്. പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കസ്റ്റമറുമാണ് തിയേറ്ററാണ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു സൗണ്ടിന്റെ ഒക്കെ ആണെങ്കിലും നല്ല പക്കാ തന്നെയായിട്ട് ഉണ്ട്. തിയേറ്റർ കണ്ട് ഇതിന്റെ കസ്റ്റമർ ഇപ്പൊ ഒരു കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് പുള്ളിയുടെ റെസ്പോൺസ്, ജെന്യുവിൻ റെസ്പോൺസ് കിട്ടണം. കംപ്ലൈന്റ് തന്നെ പുള്ളിയെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ ഓണറും ഫാമിലിയും അല്ലെ. ചേട്ടാ, ഒന്ന് പരിചയപ്പെടുത്തിയേക്ക് പേര്. എൻ്റെ പേര് ശ്യാം മോഹൻ, ഇതിന്റെ വൈഫാണ് ആരതി, ഇത് കുട്ടികള്, പിന്നെ നമ്മുടെ രജീഷ് ചേട്ടൻ ഇരിപ്പുണ്ട് പറയല്. അതെ. അപ്പം എന്താ പറയാനുള്ളത് നമ്മുടെ ഈ തിയേറ്ററിനെ കുറിച്ച്? ഈ തിയേറ്റർ 100% എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു തിയേറ്ററാണ്. ഞാൻ ഈ ഒരു എൻ്റെ വീട് പണിയുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഹോം തിയേറ്റർ. നമ്മളിപ്പം DMAXലേക്ക് ഡയറക്റ്റ് എത്തിയല്ലോ, ഇതിന് മുൻപും പല ആൾക്കാരുമായിട്ട് തിയേറ്ററിനെ കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും, കൊട്ടേഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്ന് രജീഷ് ചേട്ടൻ്റെ DMAXുമായിട്ട് സംസാരിക്കാൻ നേരം ഉണ്ടായ ആ ഒരു ഡിഫറൻസ് എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ തമ്മിൽ അങ്ങോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ ഒരു റാപ്പോ ബിൽഡ് ചെയ്യും. ആ ഒരു റാപ്പോ എനിക്ക് രജീഷ് ചേട്ടനുമായിട്ട് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. അതായത് ബാക്കി കമ്പാരിറ്റീവ്ലി ബാക്കി ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേനും രജീഷ് ചേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുന്നതും രജീഷ് ചേട്ടൻ എങ്ങനെയാണ് ഓരോന്നിനെ പെർസീവ് ചെയ്യുന്നു, അതൊക്കെ എനിക്ക് ഒരു ഡിഫറൻസ് ആണ്. അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനം ഇപ്പം ചേട്ടൻ പറയുവാണെങ്കിൽ പുള്ളി ചോദിക്കും അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? പല കാര്യങ്ങളും. അതായത് നമ്മൾ ഇപ്പം ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ, ഇപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പം എനിക്ക് ടെക്നിക്കലി അത്രയും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ അതെനിക്ക് ക്ലാരിഫൈ ചെയ്ത് വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ അതിനകത്തൊന്നും ഒരിക്കലും ഒരു നോ രജിഷേടൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യം രജിഷേടൻ അത് തിരിച്ച് എന്താണ് എന്നുള്ളത് തിരിച്ച് പറഞ്ഞു തരും. അതിനകത്തൊന്നും എനിക്ക് തീരുമാനിക്കാൻ പറ്റും അത്
യെസ് ആണോ നോ യെസ് ആണോ നോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു തിയേറ്റർ നമ്മൾ വിചാരിച്ച ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ തന്നെ ചെയ്യാൻ സാധിച്ചോ? തീർച്ചയായിട്ടും ഒരു അധികമായിട്ട് ഒന്നും വന്നിട്ടില്ല. അതുമായിട്ടൊന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ അതെല്ലാം പറഞ്ഞ് ഒരു പിന്നെ ഇപ്പോൾ വരുന്ന ഒരു ബഡ്ജറ്റും ഇപ്പോൾ വരുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു റേഞ്ചും എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കംഫർട്ടബിളും അഫോർഡബിളും ആയിട്ട് തോന്നിയത്. നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പക്കയായിരുന്നു. പിന്നെ തീർച്ചയായും, കാരണം ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, എന്തെങ്കിലും ഒരു സംശയം വന്നാൽ പോലും രജിഷേൻ നോഡിങ് എത്തും. അത് ഞാൻ രജിഷേനോടും പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ രജിഷേന്റെ വീട് അതാണ്ട് തൊട്ട് താഴെയുള്ള വീട് പോലാണ്. ദൂരം എത്രയും ദൂരം ഉണ്ടെങ്കിൽ പോലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമണിക്കൂർ 20 മിനിറ്റിനകത്ത് പുള്ളി ഇവിടെ എത്തും. കാരണം ചെയ്ത്. പിന്നെ ഓക്കെ, അപ്പം കേട്ടല്ലോ, കസ്റ്റമേഴ്സിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റെസ്പോൺസ് ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അപ്പോൾ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും 100% സാറ്റിസ്ഫൈഡ് ആണ്. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നീയോട് പറഞ്ഞു. സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വൈഫായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നു. ഞാൻ ഞാൻ ഓസ്ട്രേലിയയിലാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ ഉള്ള സമയത്തൊക്കെ ആണെങ്കിലും രജിഷേട്ടനും വൈഫും കൂടാണ് വരുന്നത്. രണ്ടുപേരും കൂടാണ് വരുന്നത്. അവർ ഫാമിലി ആയിട്ട് തന്നെയാണ്. അപ്പൊ നമുക്കൊരു ഫാമിലി ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുന്നുണ്ട് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ കാര്യങ്ങളും ഇന്ററാക്ഷൻസും എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതെ, നമ്മുടെ ഇപ്പം സംസാരിച്ച സാറിൻ്റെ മക്കളാണ്. അപ്പം അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായി ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ. കാരണം അവർക്ക് കൃത്യമായിട്ട് ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈ തരാൻ സാധിക്കും. അപ്പം മോനെ, എങ്ങനെയുണ്ട് തിയേറ്റർ? സന്തോഷിച്ചൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളി സൗണ്ടും കാര്യങ്ങളൊക്കെ ആണ്. അടിപൊളി സൗണ്ട്, ഹെലികോപ്റ്റർ കേൾക്കാൻ പറ്റും. എല്ലാം കേൾക്കാം. ഗെയിം കളിക്കാറുണ്ടോ? അതായത് ഇതിൽ PS5 കണക്ട് ചെയ്തൊരു ഗെയിം കളിക്കാറുണ്ട്. ഗെയിം കളിക്കുമ്പോൾ സൂപ്പറാണോ? ഭയങ്കര ഫീലാണ്. വലിയ സ്ക്രീൻ നല്ലതായിട്ട് കാണാം അല്ലേ? അപ്പം സിനിമയൊക്കെ കണ്ടോ ഇതിന്റെ അത്? എങ്ങനെയുണ്ട്? നമ്മള് പുറത്ത് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എഫക്ട് ഉണ്ടോ? തിയേറ്ററിൽ പോകാറുണ്ട്? അച്ഛൻ കൊണ്ടുപോകാറുണ്ടോ ഇപ്പൊ തിയേറ്റർ? ഇവിടെ തിയേറ്ററുള്ള പിന്നെ പോകാറുണ്ടോ? നമ്മുടെ ഈ ഒരു തിയേറ്റർ തീർക്കാൻ എത്ര ദിവസം എടുത്തു? ഇതും ഒരു സീലിംഗ് ഉൾപ്പെടെ ഒരു 12 ദിവസം കൊണ്ട് തീർന്നത്. 12 ദിവസം. അതായത് ഈ ഒരു മുറി ഇങ്ങനെ അത്ര ആയത് 2 ഘട്ടമുണ്ട്. ആദ്യം നമ്മൾ സീലിംഗ് ചെയ്തിട്ട് പോയി. സീലിംഗ് ജിപ്സം സീലിംഗ് ചെയ്തിട്ട് സീലിംഗ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഫോം ഒക്കെ ചെയ്തിട്ട് പോയി. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിന് വേണ്ടിയുള്ള സ്പീക്കർ ലൈന്, സീലിംഗ് വേണ്ട ലൈറ്റുകൾ, അതിനുള്ള വയറിങ്, പ്രൊജക്ടർ മൗണ്ട്, ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വന്നിട്ട് നമുക്ക് വേൾഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 8-9 ദിവസം കൊണ്ട് ഫുൾ വർക്ക് തീർന്നു. അതായത് നോർമലി സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളൊരു മുറി തീർത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു 8 ദിവസം കൊണ്ട് തീരും. സീലിംഗ് ഉൾപ്പെടെ നമുക്ക് 12 ദിവസം മാക്സിമം. അതായത് ഇവരുടെ പ്രത്യേകത എന്നുള്ളത് ഇവർ ഇന്ന് വരും പണി ചെയ്യും, വൈകിട്ട് 5 മണിയാകുമ്പോൾ പെട്ടി മടക്കി വീട്ടിൽ പോകും. അങ്ങനത്തെ പരിപാടിയല്ല. ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച സൈറ്റ് വന്ന് നിന്ന് ഞങ്ങളങ്ങനെ ഇവിടെ ഈ സറൗണ്ടിങ് അറിയാം. നമ്മൾ എവിടെ പോയാലും ഇപ്പം നമ്മുടെ ടീം ഒറ്റപ്പാലത്ത് പണിയുന്നുണ്ട്, വേറെ ടീം ചാത്തന്നൂർ പണിയുന്നുണ്ട്, പിന്നെ അത് പരവൂർ. അപ്പോൾ എവിടെ പോയാലും നമ്മൾ സറൗണ്ടിങ് ഏരിയ ലോഡ്ജ് നോക്കും, താമസ സൗകര്യം നോക്കും. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് ആണ് നമ്മുടെ ഓപ്പറേഷൻ. അതായത് ഈ ഒരു തിയേറ്റർ ചെയ്തത് നിസാര ഒരു തുകയ്ക്കാണ്. തുക എന്തായാലും ഞങ്ങൾ പറയുന്നില്ല, അത് അറിയണേ രജിഷേട്ടനെ നേരിട്ട് വിളിച്ചാൽ മതി. നിസാര ഒരു തുകയ്ക്കാണ് ഈ ഒരു തിയേറ്റർ ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിസാര വിലയ്ക്ക് ചെയ്തതാണ് എന്ന് തോന്നത്തില്ല. ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇന്നത്തെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണെങ്കിലും എല്ലാവരും മിക്കതും കസ്റ്റമർ ചോയ്സ് ആണ്. ഇപ്പം ഈ തിയേറ്ററിൽ ഇതിലും ചില കുറയ്ക്കാം. 5.1 പോയി കഴിഞ്ഞാൽ ഇച്ചിരി കുറയും. അപ്പോൾ ആ വില ഇനിയും കുറയും. അപ്പം ആംപ്ലിഫയറിന്റെ മോഡൽ മാറും, AVR മോഡൽ മാറും, 2 സ്പീക്കർ, അറ്റ്മോസ്ഫിയർ കുറയും. അപ്പം കസ്റ്റമർക്ക് ബഡ്ജറ്റ് കുറയും. ഇതേ സംഭവം തന്നെ 5.1 ചെയ്യാം, 9.1 ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചേട്ടാ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിമാക്സ് ഹോം സിനിമാസ്. അപ്പോൾ അവരുടെ നമ്മളിപ്പോൾ ചെയ്ത പൊൻകുന്നത്ത്, കോട്ടയം പൊൻകുന്നത്ത് റീസെൻ്റ്ലി ഒരാഴ്ച മുന്നേ കഴിഞ്ഞൊരു വീടാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ഡിമാക്സ് സിനിമ, അതായത് അവർ വന്നിട്ട് ഇവർ ഡിമാക്സ് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് രജിഷേട്ടനോട് പറയുക. രജിഷേട്ടൻ അത് ഒരു 100 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും മാസത്തിൽ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിൽ നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹവും വീണ്ടും ഈ വീഡിയോയ്ക്ക് നമുക്ക് തരേണ്ടതാണ്. കൂടാതെ തന്നെ ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും പറയാമല്ലോ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിഷേട്ടനെ വിളിക്കാം. 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസുണ്ട് പുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പം തിയേറ്റർ ചെയ്യാൻ വേണമെന്നില്ല, കൺസൾട്ടിങ്ങിന് വിളിക്കാം. കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ്, അതായത് ഇപ്പം AVR, സ്പീക്കർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കേരളത്തിൽ ആര് തരുന്നതിനേക്കാളും നല്ല റേറ്റിൽ നമ്മുടെ രജിഷേട്ടൻ നിങ്ങൾക്ക് AVR, സ്പീക്കർ, നമ്മുടെ തിയേറ്ററിലൊക്കെ അതായത് എല്ലാ സാധനവും നിങ്ങളുടെ ഹോം തിയേറ്റർ നിങ്ങൾക്ക് ഒരെണ്ണം വീട്ടിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും രജിഷേട്ടൻ തരുന്നതാണ്. അല്ലേ രജിഷേട്ടാ? തീർച്ചയായിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഞെട്ടിക്കാം ആൾക്കാരെ, അല്ലേ? വേറെ തീമായിരിക്കും, കിടിലനായിരിക്കും.
ഓക്കെ, അപ്പം ഡിമാക്സ് ഹോം സിനിമാസ് ആണ്, പാലയിലാണ്, നമ്മുടെ സ്വന്തം പാലയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പലതവണയായിട്ട് സ്ക്രീനിൽ നമ്പർ പോയിട്ടുണ്ട്. എന്തായാലും രജിഷേട്ടനെ വിളിച്ച് സംസാരിക്കുക, ഒരു ഐഡിയ എടുത്ത് വെക്കുക, വർക്ക് ചെയ്യിക്കണമെങ്കിൽ ചെയ്യിക്കാം. മതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.